ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്തിനാണ് ഈ നട്ടപ്പാതിരയ്ക്ക് പുറത്തിറങ്ങി നിൽക്കുന്നത്? സദ്ദൂട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നവരാണ് ബാക്കി എല്ലാവരും. എന്തോ അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് വലിയ രീതിയിൽ ഡെക്കറേഷനൊന്നുമില്ല. എത്രയും താഴണം നിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ. വലിയ രീതിയിൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. ചുമ്മാ രാത്രി ഒരു സർപ്രൈസ്, ഒരു കേക്ക് കട്ടിങ്, ഇത്രയും മാത്രമേ ഉള്ളൂ. റെഡി അല്ലേ? നമ്മളെന്ത് സെയിം പോലെ ഇരിക്കും അല്ലേ ഗൈസ്? കുറച്ച് വ്യത്യാസം ഉണ്ടെന്നാലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ബാക്കി പരിവാരങ്ങളെല്ലാം ഇപ്പോൾ വരും. നമ്മളിതിലാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. തലമാറ്റി അയ്യോ സോറി. അവിടെ ഓക്കെ ഗൈസ്, ബാക്കി കാണാം. പെട്ടെന്ന് തീരുമാനിച്ച സർപ്രൈസ് ആയതുകൊണ്ട് ഞങ്ങൾ വളരെ വൈകിയാണ് ഒരു കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ ഞാനും ഒച്ചും കൂടെ മഫിൻസിലെത്തി കേക്കും വാങ്ങി തിരിച്ച് വീട്ടിലോട്ടെത്തി. ബാക്കി പരിപാടി കാണാം. കേക്കൊക്കെ മേടിച്ച് വീട്ടിൽ വന്നിട്ട് സർപ്രൈസിന് വേണ്ടിയിട്ട് 11:15 തന്നെ എല്ലാവരും എത്തി. സർപ്രൈസ് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതോ ഇനി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുമെന്നൊരു ഐഡിയ ഉണ്ടോയെന്നും അറിയില്ല. എന്തായാലും കാണാം. പറ, നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കണമെന്ന് പറ. എന്തിനാണ് സർപ്രൈസ് കൊടുക്കാനെന്ന് പറ. ഉറക്കത്തിൽ എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ട് വന്ന് നിൽക്കുന്ന ഒരു ടയേർഡ്നെസ് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അവർക്ക് എവിടേക്കോ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഞങ്ങൾ ഒട്ടും സമയം വൈകിച്ചില്ല. പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങി. അങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 11:57 ആയപ്പോഴത്തേക്കും കണ്ണും കെട്ടി അവളെ ആ ബണ്ടിലോട്ട് കൊണ്ടുവന്നു. 12 മണിയാവുന്നത് വരെ കണ്ണും കെട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി നിൽക്കുകയായിരുന്നു. കറക്റ്റ് 12 മണിയായപ്പോഴത്തേക്കും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് കണ്ണിലെ കെട്ടൊക്കെ അഴിച്ച് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളുടെ കുറച്ച് കസിൻസിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വീഡിയോ കോളൊക്കെ വിളിച്ച് അവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പരിപാടികളെല്ലാം രാത്രിയാണ്. വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബാക്കി ഞങ്ങളുടെ കസിൻസ് എല്ലാവരും വന്നു. വൈകുന്നേരത്തെ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആരുടെ ബർത്ത്ഡേ? ശ്രദ്ധയുടെ ബർത്ത്ഡേക്ക് എവിടെ പോകണം? നമ്മള് ബീച്ച്. ഹലോ ഗൈസ്, നമ്മളിവിടെ കേക്ക് കട്ട്. നിന്റെ അടുത്ത് എത്തണമെങ്കിൽ ഞാൻ വീണ്ടും അങ്ങനെ കേക്ക് കട്ടിങ്ങിനൊക്കെ എല്ലാവരും വന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച്, ഫുഡൊന്നും കഴിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് കലാപരിപാടികൾക്ക് വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. ശ്രീകുമാർ അങ്കിളുടെ പാട്ട് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. വിരിച്ച് പഴയൊരു പറന്നില് പൊതിച്ച് വരും നിന്നമ്മവന്മാര് പൊന്നേ വരും നിന്നമ്മവന്മാര് പൊന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.